എല്ലാവർക്കും നമസ്കാരം. സെറിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നോക്കാം. ചിരട്ടപ്പുട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പുട്ടിന് തേങ്ങ ചിരകിയിട്ടുള്ള ആ ചിരട്ടയിൽ തന്നെ നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം. പിന്നെ കുട്ടികൾക്ക് വേണമെങ്കിൽ ചെറിയ ചിരട്ട ഉണ്ടാവുമല്ലോ, അതിലും ഉണ്ടാക്കി കൊടുക്കാം. അച്ചാകുമ്പോൾ നമുക്ക് ഒരേ ഷേപ്പിലുള്ളതല്ലേ കിട്ടുക, വലുത്. അപ്പോൾ ചെറിയതായിട്ടും ഉണ്ടാക്കിയെടുക്കാം. സാധാരണ നമ്മൾ പുട്ടും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ വറുത്ത പൊടിയിൽ തരിയില്ലെങ്കിൽ അത് നല്ല ഹാർഡായിട്ടിരിക്കും പുട്ട്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാ പത്തിരിപ്പൊടി കൊണ്ട് തന്നെ, എടുത്ത പൊടി കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ 250 ml കപ്പിൽ സാധാ നമ്മളുടെ പത്തിരിപ്പൊടി 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് വെക്കാം. എന്നിട്ട് ആ 250 ml 1 കപ്പിൽ ഞാൻ ചോറെടുത്തിട്ടുണ്ട്. എന്നിട്ട് ചോറിട്ടതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ചെറിയൊരു നനവ് വരും നമുക്ക്. അപ്പോൾ നമ്മൾ ഈ ചോറിൻ്റെ കണക്കൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നല്ല വെന്തിട്ടുള്ള ചോറുണ്ടാവും, അല്ലെങ്കിൽ അധികം വേവാത്ത ചോറൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കറക്റ്റ് നമ്മൾ നോക്കിയെടുത്തിട്ട് ചെയ്യാട്ടോ. എന്ന് വെച്ചാൽ നല്ല വെള്ളം നനവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. വെള്ളം നനവ് അധികം ആയിട്ടില്ല, ഈ 1 കപ്പ് ചോറ് ചേർത്തിട്ട് വെള്ളം നനവ് അധികം ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ചോറ് എടുത്ത് ചേർക്കാം. എന്നിട്ട് കുറച്ചായിട്ട് വെള്ളം തെളിച്ചിട്ട് ഒന്നിച്ചൊഴിച്ചു കൊടുക്കരുത്. കുറച്ചായിട്ട് വെള്ളം തെളിച്ചിട്ട് നമുക്ക് അതിൻ്റെ പുട്ടിൻ്റെ പാകം, നമ്മൾ സാധാരണ പുട്ട് പിന്നെ കുഴച്ചെടുക്കുമ്പോൾ നമ്മളിങ്ങനെ പിടിയാവും, നമ്മളിങ്ങനെ ഉടച്ചു കൊടുത്താൽ അത് ഉടഞ്ഞു പോകും. അതേ തരത്തിൽ ആയി കിട്ടണം. അല്ലാതെ കൂടുതൽ നമ്മൾ ഒഴിച്ചിട്ട് അത് മൊത്തത്തിൽ നനവങ്ങണ്ട് കൂടിപ്പോയാലേ ഇതിന് സോഫ്റ്റായി കിട്ടില്ല കേട്ടോ. പിന്നെ പച്ചവെള്ളം തന്നെയാണ് ചേർക്കുന്നത്, ചുടുവെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഇതുപോലെ നമ്മൾ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ചോറും അരിപ്പൊടിയും ഒക്കെ കൂടെ നന്നായി മിക്സായാൽ നമുക്കിങ്ങനെ പിടിച്ചെടുത്താൽ നല്ല ഒരു ഉണ്ടായി കിട്ടും. നമ്മൾ കൈ കൊണ്ട് അതിങ്ങനെ ഉടച്ചെടുത്താൽ അത് ഉടഞ്ഞ് കിട്ടുകയും ചെയ്യും. ആ ഒരു ഭാഗമാണ് ശരിക്ക് ഈ പുട്ടിന് ആവേണ്ടത്. ഇതേപോലെ കണ്ട. ഇനി നമുക്കിത് ഉടച്ചെടുക്കാം. അപ്പോൾ അത് നന്നായി ഉടഞ്ഞ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതേ പാകത്തിലായി കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇത് കുറച്ചായിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്തിട്ട് വേറൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ എല്ലാം ചെയ്തെടുത്തിട്ട് പുട്ടുണ്ടാക്കിയെടുത്താൽ അടിപൊളി ടേസ്റ്റാണ്. ഈ വീഡിയോ കാണുന്നതിനിടയിൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് നമ്മൾ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. കുറേ എടുക്കരുത്, ഒരു 1/4 ഭാഗം ഒക്കെ ആയിട്ട് എടുക്കുക. എന്നിട്ട് മിക്സി ഓൺ ചെയ്തിട്ട് ഒന്ന് കറക്കിയെടുക്കുക. ഞാൻ കാണിച്ചു തരാം. ഒന്ന് ഓൺ ചെയ്തിട്ട് ഇത്രേ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ അത് തുറന്നെടുത്തിട്ട് നമ്മൾ ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് നമുക്ക് ഇനി ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം നന്നായി പൊടിഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ? ഇതേപോലെ നന്നായി നമ്മൾ നനച്ച കട്ടകളില്ലേ, അതിങ്ങനെ തരിതരിപ്പായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മുടെ പുട്ടിന് നല്ലൊരു സോഫ്റ്റ് ആവും. ഇപ്പോൾ ചോറൊക്കെ ഉള്ളത് ഒന്നങ്ങനെ കറക്കിയെടുക്കുമ്പോൾ നല്ല തരിതരിപ്പായി പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ നമ്മൾ ഇട്ട് കറക്കരുത്, അത്രമാത്രം. ഞാൻ ഫസ്റ്റ് ചെയ്ത തരത്തിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഇതേപോലെ എല്ലാതും ചെയ്തെടുക്കാം. ഇനി നമ്മൾ തേങ്ങ ചിരകി എടുത്തിട്ട് പുട്ടിൻ്റെ കുറ്റിയിൽ ചില്ലിട്ട് അതിൻ്റെ ശേഷം അതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുത്ത് ഒരു 4-5 ടേബിൾ സ്പൂണ് പുട്ടിൻ്റെ മാവ് ഇട്ട് കൊടുക്കുക. അങ്ങനെ ലെയറായിട്ട് ഈ കുറ്റി നിറയുന്നത് വരെ നമ്മൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുക്കറിൽ അത്യാവശ്യം വെള്ളം ഇപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വേവാനുള്ളൊക്കെ വെള്ളം ആദ്യം തന്നെ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. നമ്മൾ ഫ്ലെയിമൊക്കെ കൂട്ടി വെച്ച് കൊടുക്കുന്ന സമയത്ത് ആവി വന്ന് തുടങ്ങിയാൽ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറ്റി വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. മുകളിലേക്ക് നന്നായിട്ട് ആവി വരുന്ന സമയത്ത് നമുക്ക് വെന്തതെന്നാണ് അതിൻ്റെത്. 2 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് വെന്തോട്ടെ. എന്നിട്ട് എടുത്ത് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ. അപ്പോൾ കുറച്ച് ചോറൊക്കെ ബാക്കി വന്നാൽ പോലും രാവിലെ നമുക്ക് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല സോഫ്റ്റ് പുട്ടുണ്ടാക്കിയെടുക്കാം. പുട്ടിൻ്റെ പൊടി തന്നെ തരിതരിപ്പുള്ള വേണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ അച്ച് വെച്ചിട്ടല്ലാതെ തന്നെ സാധാരണ നമ്മളിപ്പോൾ തേങ്ങ ചിരകിയെടുത്ത ആ ഒരു ചിരട്ടയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കുഞ്ഞ് ചിരട്ട ഉണ്ടെങ്കിൽ അതിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി വെച്ച് കൊടുക്കാം.
അടുക്കളയിൽ ഉപയോഗിക്കുന്ന ക്ലിപ്പില്ലേ അത് ഇതേപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ചിരട്ടയിൽ ചില്ലൊന്നും വെക്കണ്ട. ആദ്യം തേങ്ങ ഇട്ട് പിന്നെ പൊടിയിട്ടിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ തേങ്ങ ഇട്ടിട്ട് ആ ഒരു നമ്മൾ ഹോളാക്കിയിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം നോക്കിയിട്ട് ഈ പ്രഷർ പോണ ആ ഭാഗത്തേക്ക് വെച്ച് കൊടുക്കുക. അതെന്ന് പറഞ്ഞാൽ നമ്മൾ സിം ഫ്ലെയിം ആക്കി വെച്ചാൽ മതി കേട്ടോ. ഇത് ഞാനിപ്പോൾ ഉണ്ടാക്കി നോക്കിയപ്പോഴാണ് ഇത് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് കരുതിയത്. വെള്ളം തിളച്ചിട്ട് നന്നായിട്ട് അതിന് ആവി പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സിമ്മാക്കി വെച്ചതിന് ശേഷം മാത്രം അത് ചെയ്തെടുത്താൽ മതി കേട്ടോ. കൈ പൊള്ളാതെ ശ്രദ്ധിച്ച് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇതേപോലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളി പുട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആവിയൊന്നും ഇതിൻ്റെ താഴേക്ക് പോകുന്നല്ല കേട്ടോ. ഇതേപോലെ വെച്ച് കൊടുത്താൽ മതി. പുട്ടുംകുടത്തിൻ്റെ മേലെ തുണി ചുറ്റിയിട്ട് വെക്കുന്ന ഒരു രീതിയുണ്ട്. പക്ഷേ അതിനേക്കാളും നന്നായിട്ടൊരു തരി പോലും ആവി പോകാണ്ട് നമ്മളെ കൈ പൊള്ളാണ്ടൊക്കെ. ഇനി നമുക്കിത് എടുക്കണമെന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫാക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ ആവി ശക്തിയിൽ വരില്ലല്ലോ. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ചെയ്തെടുക്കുക കേട്ടോ. പക്ഷേ വളരെ എളുപ്പത്തിലുള്ളൊരു വഴിയാണ്. വെക്കുന്ന രീതിക്ക് കറക്റ്റായി കിട്ടിയാൽ മതി. നമ്മൾ ചെറിയ ചിരട്ടാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവിൽ ആ ക്ലിപ്പ് വെച്ചാൽ മതി. അതുപോലെ വലുതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് കുഞ്ഞു കുഞ്ഞ് ചിരട്ടയിൽ വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കുട്ടികൾക്കൊക്കെ. നന്നായി ആവി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് എടുത്ത് മാറ്റിയിട്ട് പാത്രത്തിലേക്ക് കമിഴ്ത്തി വെക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിരട്ടപ്പുട്ടും അതേപോലെ നമ്മളെ സാദാ പുട്ടും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നല്ല ചെറുപയർ കറിയും കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പുട്ടിലേക്കൊക്കെ കഴിക്കാൻ പറ്റിയ, പുട്ടിലേക്കും വെള്ളപ്പത്തിലേക്കൊക്കെ നല്ല ടേസ്റ്റാണ് അത് കൂട്ടി കഴിക്കാൻ. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ടുണ്ട്. അതും ഈ ചൂടുള്ള പുട്ടിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ട് അതിങ്ങനെ കുഴച്ച് കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ മറക്കാതെ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇതേപോലെ പുട്ടും ചെറുപയർ കറിയും കൂട്ടി കഴിക്കാത്തവരുണ്ടെങ്കിൽ അതേപോലെ ഉണ്ടാക്കിയെടുക്കുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഈ ചെറുപയർ കറിയുടെ റെസിപ്പിയുമായിട്ട് കാണാം.